ചുണ്ട് പൊട്ടിയാ? എവിടെ നോക്കട്ടെ, ഒന്ന് കാട്ടിയേ. വള്ളംകളി ഉള്ള വെള്ളം നമുക്കൊരു അടിപൊളി വെള്ളം ഉണ്ടാക്കിയെടുക്കാം. ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ട്. ഹായ് പറഞ്ഞേ, ഹായ് എന്ന് പറഞ്ഞേടാ. ചുണ്ടെന്തോറ്റി പറ. വീണിട്ട് പൊട്ടിയാ? പൊട്ടിയാ? എന്നിട്ട് അമ്മ എന്ത് ചെയ്ത്? അമ്മ എന്താ തന്നേ? തേന് തന്ന്. കാശി ഇപ്പം ഇവിടെ വീണിട്ട് കള്ളക്കരച്ചിലായിരുന്നേ. അപ്പം കാശി വീഴുമ്പോൾ ചുണ്ടത്ത് ഞങ്ങൾ തേൻ പറ്റി കൊടുക്കും കരച്ചിൽ നിർത്താൻ വേണ്ടിയിട്ട്. അപ്പം ഇപ്പം കള്ളക്കരച്ചിൽ കഴിഞ്ഞ് തേനൊക്കെ പരട്ടിയിട്ട് നിൽക്കാശ. ചുണ്ട് പൊട്ടിയാ? എവിടെ നോക്കട്ടെ, ഒന്ന് കാട്ടിയേ. പൊട്ടി. ചുമ്മാ കള്ളത്തരമാണ്, കള്ളത്തരം അല്ലേ? എങ്ങനെ കാശ് കള്ളക്കരച്ചിൽ വരണേ? എങ്ങനെ കള്ളക്കരച്ചിൽ വരണേ? ഉബിയൊന്നും ഇപ്പൊ പറിക്കണ്ട, പുളി പറിക്കാൻ പോവാണ്. പുളി പറിക്കാൻ മഴ. അമ്മാമ്മ എന്തിയേ? ഹലോ കൂട്ടുകാരെ, അപ്പം ഞാനിന്ന് വന്നേക്കണ ഒരു വെറൈറ്റി ക്രാഫ്റ്റ് ആയിട്ടാണ്. നമ്മുടെ ഓണം പ്രമാണിച്ച് ഓണം ക്രാഫ്റ്റ് ആയിട്ട് നമുക്കൊരു വള്ളംകളി ഉള്ള വെള്ളം നമുക്കൊരു അടിപൊളി വള്ളം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ വള്ളം ഉണ്ടാക്കാൻ പോകുന്നത് സംഭവം നമ്മുടെ ചന്ദനത്തിരിയുടെ ബോക്സ് ഉണ്ടല്ലോ, ചന്ദനത്തിരിയുടെ ബോക്സിൽ ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട്. ചന്ദനത്തിൻ്റെ ബോക്സിലാണ് നമ്മൾ വള്ളം ഉണ്ടാക്കാൻ പോണേ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു ക്രാഫ്റ്റ് ആയിരിക്കും. നമ്മുടെ ചന്ദനത്തിരിയുടെ 2 കൂട് തോല് എടുത്ത് വെച്ചിട്ടുണ്ട്, നീളത്തിലുള്ളത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് നേരെ വള്ളം കളിക്കാനായിട്ട് വഞ്ചി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ വഞ്ചി എങ്ങനെ ഫിനിഷായി തീരുമെന്ന് എനിക്കറിയത്തില്ല, എന്നാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. എൻ്റെ ഒരു ഐഡിയയിൽ ഞാൻ വള്ളം ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ക്രാഫ്റ്റ് ആയിരിക്കും എന്ന് വിചാരിക്കുന്നത്. കുട്ടികൾക്കൊക്കെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ സ്കൂളിലൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക, അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഡെക്കോറായിട്ട് വെക്കാൻ പറ്റുന്ന കിടക്കാച്ച ഒരു ക്രാഫ്റ്റാണ്. ഞാൻ ചിലപ്പോൾ ക്യാമറയിലല്ലായിരിക്കും കേട്ടോ നോക്കണേ, ഞാൻ എൻ്റെ ഫേസിലിട്ടായിരിക്കും നോക്കണേ, ചിലപ്പോൾ ക്യാമറയിലേക്ക് നോക്കണേ. സ്റ്റിക്ക് എടുത്ത് പരിചയമില്ലാത്തതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ട്. അപ്പോൾ നിങ്ങൾ അതൊന്ന് അവഗണിച്ചേക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വഞ്ചി വീഡിയോയിലോട്ട് പോവാം. അപ്പം നമുക്ക് 2 ചന്ദനത്തിരയുടെ കൂടാണ് വേണ്ടത്. 2 ചന്ദനത്തിരയുടെ കൂട് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മേളിലേക്ക് ഒരു വഞ്ചിയുടെ ഷേപ്പിലൊന്ന് വരച്ചു കൊടുക്കാം. അപ്പോൾ താഴ്ഭാഗത്ത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ, മോൾ ഭാഗത്ത് നമുക്ക് ആ ഷേപ്പ് ഒന്ന് വരച്ചു കൊടുക്കാം. അപ്പോൾ അതിന് മുമ്പ് നമുക്കിത് നടുക്കായിട്ട് ഒരു ടേപ്പ് വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ മാസ്കിങ് ടേപ്പ് എടുത്താണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഫെവിക്കോൾ ഉണ്ടെങ്കിൽ അത് വെച്ച് ഒട്ടിച്ചാൽ മതി. എൻ്റെ കൈ കിട്ടിയ ടേപ്പ് എടുത്ത് ഞാൻ വേഗം ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മേളിലേക്ക് ഒരു വഞ്ചിയുടെ ഷേപ്പ് വരച്ചിട്ട് വെട്ടിയെടുക്കാം. അതുപോലെ തന്നെ ആ ഷേപ്പിൽ തന്നെ ഒരു കാർഡ്ബോർഡും ഇച്ചിരി വലുതെടുത്തിട്ട് ഒന്ന് മുറിച്ചെടുക്കാം കേട്ടോ. നമ്മുടെ ചന്ദനത്തിരിയുടെ കൂടിൻ്റെ നീളത്തിലുള്ള ഒരു വഞ്ചിയുടെ കാർഡ്ബോർഡ് പീസ് വേണം വെട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതുമേക്ക് ഒരു പശ തേച്ച് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. താഴ്ഭാഗം തുടങ്ങി സൈഡ് ഭാഗത്തേക്ക് പശ വെച്ചിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ തിരിച്ച് വെച്ചിട്ട് ഒട്ടിക്കുക. നമ്മൾ ചന്ദനത്തിരിക്കൂട് ഇതുപോലെ ഒന്ന് വെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ബേസ് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ചന്ദനത്തിരിയുടെ കൂട് എടുത്തേക്കണേ. അപ്പോൾ താഴ്ഭാഗം ഇതുപോലെ ആയിട്ടുണ്ട്. 2 വശത്തും നമുക്ക് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് സ്റ്റാപ്ലർ വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് സെക്യൂർ ആക്കാൻ വേണ്ടിയിട്ട് സൈഡിലേക്ക് ഒന്ന് സ്റ്റാപ്ലർ ഒട്ടിച്ചു കൊടുക്കുക. നമ്മൾ ഐസ്ക്രീം സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്, അത് നമ്മളൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ സീറ്റൊക്കെ സെറ്റാക്കാൻ വേണ്ടിയിട്ടാണ് വെട്ടിയെടുത്തേക്കണേ. സൈഡിലുള്ള ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം കേട്ടോ. അപ്പോൾ ബ്ലേഡ് വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് കളയാം. കത്രിക വെച്ചിട്ടാണെങ്കിലും ബ്ലേഡ് വെച്ചിട്ടായിരിക്കും കൂടുതൽ എളുപ്പത്തിൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഗ്യാപ്പുള്ള വശത്ത് നമുക്ക് എന്തെങ്കിലും ഒരു പേപ്പർ വെച്ച് ഒട്ടിക്കണമല്ലോ. അപ്പോൾ വളയുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു പേപ്പർ എടുക്കുക. അപ്പോൾ സാധാരണ നോർമൽ പേപ്പർ എടുത്തിട്ടുണ്ടെങ്കിൽ അത്ര ഇതുണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ ഫോം ഷീറ്റ് എടുത്തേക്കണേ. ഫോം ഷീറ്റ് എടുത്തിട്ട് ഇതുപോലെ ഞാൻ ഒന്ന് വെട്ടിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ആ ഫോം ഷീറ്റ് ഇതിൻ്റെ ബാക്കിലിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ ഹോട്ട് ഗ്ലൂ വെച്ചിട്ടാണ്, ഗണ്ണ് വെച്ചിട്ടാണ് ഒട്ടിച്ചു കൊടുത്തത്. സാധാരണ നോർമൽ പശയല്ലാതെ ഇരിക്കത്തില്ല. അപ്പോൾ ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക ഇതുപോലെ. എന്നിട്ട് നമുക്കൊന്ന് വെട്ടിക്കളയാം കേട്ടോ. അപ്പോൾ എന്നിട്ട് നമുക്ക് അതിൻ്റെ മേളിൽ കൂടി സൈഡിൽ ഇതുപോലെ മാസ്കിംഗ് ടേപ്പ് വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കുക. സൈഡ് വശം ഒന്ന് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുക അറ്റം വരെ. അപ്പോൾ അത് സെക്യൂറായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒന്ന് ചെയ്തത്. അല്ലെങ്കിൽ ചിലപ്പോൾ ചാടിപ്പോരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ മുകളിൽ ഇതുപോലെ ടേപ്പ് വെച്ചിട്ട് ഒന്ന് മാസ്കിംഗ് ടേപ്പ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളപ്പോൾ അപ്പുറത്തെ വശത്തും ഇതുപോലെ തന്നെ ടേപ്പ് വെച്ച് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്.
പിന്നെ മോൾ ഭാഗത്ത് ഈ കാർഡ്ബോർഡ് ഇങ്ങനെ നിൽക്കുന്ന സ്ഥലത്തും നമ്മൾ ഈ മാസ്കിംഗ് ടേപ്പ് വെച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് ഫിനിഷ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമുക്കിനി അടുത്തത് ചെയ്യേണ്ടത് നമുക്ക് ഇതിന്മേക്ക് ഉള്ള സീറ്റുകളൊക്കെ ഒന്ന് വെച്ച് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് അത് ആ സ്റ്റിക്കുകളൊക്കെ ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനുള്ളിൽ അകത്തായിട്ടോ അല്ലെങ്കിൽ മോൾ വശത്തായിട്ടോ നമുക്കിത് ഒട്ടിച്ചു കൊടുക്കാം. അപ്പം ഞാനിത് അകത്ത് വെച്ച് കഴിഞ്ഞപ്പോൾ എല്ലാം ഒരേ അളവിലല്ലാത്തതുകൊണ്ട് ഇരിക്കണില്ല. അപ്പോൾ ദേ ഇതുപോലെ ഇങ്ങനെ മുകളിൽ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്, ഉൾഭാഗത്ത് വെച്ച് കൊടുത്തില്ല. നമുക്കിനി ഒന്ന് പെയിൻറ്റ് അടിച്ചെടുക്കാം. ഞാൻ ബ്ലാക്കും നമ്മുടെ കാപ്പി കളറും വെച്ചിട്ട് ബ്രൗൺ കളർ വെച്ചിട്ട് ഒന്ന് ഫിനിഷാക്കി പെയിൻറ്റ് അടിച്ചെടുക്കുന്നുണ്ട്. ആദ്യം ഞാൻ ബ്രൗൺ വെച്ചിട്ടാണ് പെയിൻറ്റ് അടിച്ചെടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ മുകളിൽ കൂടി ഒന്ന് ബ്ലാക്ക് ഷെയ്ഡും കൊടുത്തിട്ടൊന്ന് നല്ല ബ്ലാക്ക് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ബ്ലാക്ക് കൊടുത്തപ്പോഴാണ് കുറച്ച് ഭംഗിയെന്ന് തോന്നി. അപ്പോൾ ഞാൻ ബ്ലാക്ക് ഷെയ്ഡും കൂടി കൊടുത്തിട്ട് നമ്മുടെ ആ സീറ്റിനകത്തൊക്കെ ബ്രൗൺ കളർ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ താഴ്ഭാഗത്തും ഞാൻ ബ്ലാക്ക് വെച്ചിട്ട് പെയിൻറ്റ് അടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളൊരു 3D ഔട്ട്ലൈനർ എടുത്തിട്ട് അതിനകത്ത് കുറച്ച് ഡിസൈൻസ് ഉണ്ടാക്കി എടുക്കുവാണ്. അപ്പോൾ ഇതുപോലെ കുഞ്ഞതായിട്ട് കുഞ്ഞു ഡിസൈൻസൊക്കെ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊന്നും ഇട്ട് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും മുത്തോ ലേസൊക്കെ ഉണ്ടെങ്കിൽ അത് ഒട്ടിച്ചാലും മതി. അപ്പോൾ ഞാൻ ഈ 3D ഔട്ട്ലൈനർ കൊണ്ട് ഇതുപോലെ കുഞ്ഞു വരകൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. താഴ്ഭാഗത്തും ഇതുപോലെ തന്നെ ചെറിയ വരകൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ ചാനലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് കൂട്ടുകാരെ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ട് നിങ്ങൾക്ക് യാതൊരു നഷ്ടം ഉണ്ടായാലും ഞങ്ങൾക്ക് അതുകൊണ്ട് വലിയൊരു സപ്പോർട്ടാണ് കിട്ടണേ കേട്ടോ. അപ്പോൾ മിറർ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഡെക്കോറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇത് ഡെക്കോറായിട്ട് നല്ല ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ കാണാൻ നല്ല രസമായിരിക്കും. അപ്പോൾ കുറേ നാൾ ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും. നമ്മളത് ഇതുപോലെ ഒന്ന് 3D ഔട്ട്ലൈനർ കൊണ്ട് ആ മിററിന് ചുറ്റും കൂടി ഒന്ന് ഇതുപോലെ ഒന്ന് വട്ടം വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഉണങ്ങി കഴിയുമ്പോൾ അത് പ്രൊജക്റ്റ് ചെയ്ത രീതിയിൽ ഒന്ന് നിൽക്കും. അപ്പോൾ നമുക്ക് അതിനകത്തേക്ക് എന്തെങ്കിലും ഒരു കളർ കൊടുത്തിട്ട് ഒന്ന് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിലാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല രസം ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് ചുറ്റും ഞാൻ ഇതുപോലെ ഒന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട്. താഴ്ഭാഗത്തുനിന്ന് ചെറിയൊരു ഡിസൈൻ ഇതുപോലെ നമ്മുടെ വേവ് പോലെ ഒന്നിങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ട്. 3D ഔട്ട്ലൈനർ ഇല്ലാത്തവർ നമ്മുടെ ഹോട്ട് ഗ്ലൂ ഗൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ രണ്ടും സെയിം എഫക്റ്റ് തന്നെ കിട്ടുന്നത്. ഇതുപോലെ ഒന്ന് ആക്കി എടുത്തിട്ടുണ്ട് ഒട്ടിച്ചിട്ട്. അപ്പോൾ രണ്ട് വശത്ത് ഒട്ടിച്ചിട്ടുണ്ട് നമ്മുടെ 2 പലകൾ ഒടിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് വീണ്ടും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഉണങ്ങി കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഗോൾഡനോ സിൽവറോ മെറ്റാലിക്കോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഗോൾഡനാണ് എടുത്തേക്കണത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടെ 3D ഔട്ട്ലൈനർ കൊണ്ട് വരച്ചത് പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന ഭാഗത്തൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ റൗണ്ടിലുള്ള മിററിന് ചുറ്റും ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. താഴ്ഭാഗത്തും ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ വഞ്ചി ഫിനിഷായി കഴിഞ്ഞപ്പോഴേക്കും കാണാൻ നല്ല ഭംഗിയുണ്ടായിട്ട്. അപ്പം നമ്മുടെ വീട്ടിൽ ഒരു ആൻറ്റിക് ആയിട്ട് വെക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. അപ്പോൾ 2 പങ്ക ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നമ്മുടെ സ്റ്റിക്കുമ്മ കുഞ്ഞ് സ്റ്റിക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുത്തവയാണ്. പോപ്പ് സ്റ്റിക്കുമ്മ നമ്മുടെ ഐസ്ക്രീം സ്റ്റിക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 പങ്ക അതിൻ്റെ സൈഡിൽ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഡബിൾ ടേപ്പ് വെച്ചിട്ടാണ് ഒട്ടിച്ച് കൊടുത്തതാണ് കേട്ടോ സൈഡ്. അപ്പോൾ വഞ്ചി കാണാൻ അടിപൊളിയായിട്ടില്ലേ കൂട്ടുകാരെ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ. അപ്പോൾ അടുത്തായിട്ട് ഒരു പുതിയ വീഡിയോ വരുന്നവരേക്കും ബൈ. കാശി ബൈ പറഞ്ഞേ. ബൈ.